എത്ര വിദഗ്ധമായിട്ടാണ് ആ നായ എല്ലുകളൊക്കെ കടിക്കുന്നത്. നായയുടെ ബുദ്ധി അപാരം തന്നെ. നായ ആൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നേരെ അത് എല്ല് തൂക്കിയെടുത്ത് കണ്ട ഒരു എല്ലിൻ്റെ കഷ്ണം തിരിഞ്ഞും മറിഞ്ഞും കമിഴ്ന്നും കിടന്നിട്ടൊക്കെ കഴിക്കുന്നത്. സാവധാനം അതിന് ഇറച്ചി ഇങ്ങനെ നുണഞ്ഞ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു സംഭവമാണത്. മരത്തിൻ്റെ മറവിൽ നിന്നിട്ടാണ് ഇപ്പോൾ പോരാട്ടം നടത്തുന്നത്. എന്തായാലും അന്നമാണല്ലോ ഉന്നം. വിശപ്പാണ് എവരുടെയും അധ്വാനത്തിന് പുറകിലുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് വിശക്കുന്നത് കൊണ്ടാണ്. വിശപ്പും ദാഹവും ഫുഡും കുടുംബവും ഒന്നുമില്ലെങ്കിൽ അധ്വാനിക്കേണ്ടി വരില്ല. എന്തായാലും കണ്ടില്ലേ, ആളിവിടെ കിടന്നത് എല്ലായിരുന്നു. അതൊരു ഒഴിഞ്ഞ സ്ഥലമാണ്. കണ്ടോ, എല്ലി പീസ് കിടക്കുന്നുണ്ടോ? കണ്ടോ ഇതിമ്മ കുറേ നേരം മല്ലിക്കെട്ടി അതൊരു സൈസാക്കി നേരെ വിട്ടു. കണ്ടോ, വളരെ ജെന്യൂനായിട്ട് കണ്ട എന്ത് രസമായിട്ട് കഴിക്കണം നോക്കി. വളരെ സാവധാനം തിരിഞ്ഞും. പക്ഷേ ആ എല്ലിന് വിടാൻ തോന്നുന്നില്ലേ. എന്താ വെച്ചാൽ അത്രമാത്രം ടേസ്റ്റുള്ള ബീഫിൻ്റെ ഒരു കഷ്ണമാണ്. കണ്ട അത് കഴിക്കുന്നത് കാണാൻ തന്നെ ഒരു കൗതുകമുണ്ട്. അതപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുക്കാൻ കാരണം മൂപ്പര് അതിങ്ങനെ കടിച്ച് തൂക്കി കൊണ്ടുവന്നു. ഞാൻ നേരത്തെ കാണിച്ച പാറയുടെ അവിടെ ഇട്ടു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ നേരെ അങ്ങ് മാറി. കുറച്ചും കൂടി ഒരു പന്തോടെ ഭാഗത്ത് കൊണ്ട് കഴിഞ്ഞ് തോന്നി. ഞാൻ ഒന്നും കിട്ടല്ല. നാവ് നക്കിയുണ്ട് കേട്ടോ. ചിരി തുടച്ചു. നമ്മൾ കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിച്ച് തുടക്കുന്ന പോലെ ചിരി നാവുകൊണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഓക്കെ, ഇതിലെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ. എല്ലിപ്പോൾ താഴെ നിന്ന് കാണാനില്ല. കഴിഞ്ഞ ലക്ഷണം കാണുന്നത്. ഓക്കെ, നല്ല കൗതുകം ഉണ്ടായിരുന്നു അത് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വീഡിയോ ഇഷ്ടപ്പെട്ടോ? നാടൻ നായയാണ്. ഇവെന്തോ ഇനിയുണ്ട്. കൈയും കൂടിയാണ് നക്കുന്നത്. അതിൻ്റെ അർത്ഥം കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ ഞാൻ അടുത്ത ലക്ഷ്യം എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിങ്ങനെ ആലോചിച്ച് അടുത്ത് കഴിഞ്ഞപ്പോൾ ഇറച്ചി ഇവിടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് എല്ലും വേസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രഷ് ഇറച്ചി നന്നാക്കിയപ്പോൾ അതിനെ വെച്ചിട്ടപ്പോൾ വളരെ കൗതുകത്തിലാണ് അതിങ്ങനെ കഴിച്ചതും ഇരുന്നു. ഓക്കെ, നാടനായിയാണ്. ഇവർ പ്രയാസം എന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ സീറ്റ് ഔട്ടിൻ്റെ ഭാഗത്തൊക്കെ കയറി ചവിട്ടും. ഇടയ്ക്കൊക്കെ ചെരുപ്പ് കടിച്ചുകൊണ്ട് പോകും. ഇപ്പം ചെരുപ്പ് കടിക്കുന്ന ആളല്ല. ചെരുപ്പ് കടിക്കുന്നൊരു ബ്ലാക്കും വരാണ്ട്. ബ്ലാക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ എപ്പോഴും ഇവിടെ ഉള്ളൊരാളാണ്. ആയ ബാക്കിയിട്ട് പോയപ്പോഴത്തേന് ഉറുമ്പെത്തി, ഈച്ചകളെത്തി, പ്രാണികളെത്തി. അപ്പോൾ വായ കയറിയ ദൈവം ഭക്ഷണം തരുമെന്ന് പറഞ്ഞ് വെറുതെ അല്ല. അതൊക്കെ എല്ലാ പഴമൊഴികളും അത് കൃത്യമായിട്ട് ഉള്ളത് തന്നെയാണ്. ഓരോരുത്തരിൻ്റെ ബാക്കി കണ്ട ഉറുമ്പടക്കം വന്നിട്ട് അതിന് നുള്ളാനും വലിക്കാനും കടിക്കാനും തുടങ്ങി. മൂപ്പരാൾ ബാക്കിയിട്ട് പോയതാണ്. ആര്? നമ്മുടെ നേരത്തെ കണ്ട ആ നായ ബാക്കിയിട്ട് പോയതാണ്. കണ്ടോ, ഇപ്പോൾ കരിയുറുമ്പുകളും കട്ടുറുമ്പുകളും ഈച്ചകളും പാറ്റകളും എല്ലാം എത്തി. മൂപ്പര് ഗുഡ് ബൈ പറഞ്ഞു. ഞാനും തന്നെ ഗുഡ് ബൈ പറയുകയാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റേ ദിവസം വരുന്നവരെ തൽക്കാലം നിർത്തുന്നു. സ്നേഹപൂർവ്വം, സ്വന്തം ഇടവേള റാഫി.